എല്ലാവർക്കും മല്ലു ബിഗ് ബോസ് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബിഗ് ബോസ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ബിഗ് ബോസ് മലയാളം സീസൺ 7ന്റെ ഒന്നാം ആഴ്ചയിലെ യുദ്ധം അതിന്റെ അന്തിമ നിമിഷങ്ങളിലേക്ക് അടുക്കുമ്പോൾ പ്രേക്ഷകരുടെ മനസ്സ് ആരുടെ കൂടെയാണെന്ന് വോട്ടിംഗ് നില കൃത്യമായി വ്യക്തമാക്കുകയാണ്. ഒരു രാത്രി കൊണ്ട് പോലും പ്രവചനാതീതമായിരുന്ന വോട്ടിംഗ് നില കഴിഞ്ഞ മണിക്കൂറുകളിൽ ഒരു കൊടുങ്കാറ്റ് പോലെ മാറിമറിഞ്ഞിരിക്കുന്നു. ഹൌസിനുള്ളിലെ ഓരോ നീക്കങ്ങളും ഓരോ നിലപാടും വോട്ടുകളായി മാറുമ്പോൾ ശക്തരായ മത്സരാർത്ഥികൾ പോലും നിലയില്ലാ കയത്തിലായി. ഇന്ന് ഉച്ചയ്ക്ക് 1 മണിവരെയുള്ള ഏറ്റവും പുതിയ വോട്ടിംഗ് അപ്ഡേറ്റാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. ഈ ആഴ്ചയിലെ ഏറ്റവും വലിയ അട്ടിമറിയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. നിശബ്ദമായി ഗെയിം കളിച്ചുകൊണ്ടിരുന്ന രേണുസുധി പ്രേക്ഷകരുടെ മനസ്സ് കീഴടക്കി ഒന്നാം സ്ഥാനത്തേക്ക് കുതിച്ചെത്തിയിരിക്കുകയാണ്. 1,23,944 വോട്ടുകളാണ് രേണുസുധി ഇപ്പോൾ നേടിയിരിക്കുന്നത്. കൊല്ലം സുധിയുടെ ഭാര്യ എന്ന നിലയിലുള്ള സഹതാപം മാത്രമല്ല, ഹൌസിനുള്ളിൽ രേണുസുധിയെടുത്ത ശക്തമായ നിലപാടുകളും ടാസ്കുകളിലെ മികച്ച പ്രകടനങ്ങളുമാണ് ഈ മുന്നേറ്റത്തിനു പിന്നിൽ. അതേസമയം ഒന്നാം സ്ഥാനത്തുണ്ടായിരുന്ന ജിസൽ 1,21,257 വോട്ടുകളുമായി രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. എങ്കിലും മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്ന ജിസലിന് ഇപ്പോഴും വലിയ പ്രേക്ഷക പിന്തുണയുണ്ട്. അനുമോൾ 1,10,832 വോട്ടുകളുമായി മൂന്നാം സ്ഥാനത്ത് തുടരുന്നു. ഹൌസിനുള്ളിലെ അനുമോളുടെ ശാന്തമായ പെരുമാറ്റവും എല്ലാ അംഗങ്ങളുമായുള്ള നല്ല ബന്ധവും പ്രേക്ഷകരുടെ ഇഷ്ടം നേടാൻ സഹായിക്കുന്നു. ശക്തമായ പോരാട്ടം കാഴ്ചവെക്കുന്ന ആര്യൻ 1,16,751 വോട്ടുകളുമായി 4ാം സ്ഥാനത്ത് തുടരുന്നു. ഹൌസിനുള്ളിലെ ടാസ്കുകളിലും ചർച്ചകളിലും ആര്യന്റെ സജീവമായ പങ്കാളിത്തം വോട്ടിംഗ് നിലയിൽ പ്രതിഫലിക്കുന്നുണ്ട്. ഹൌസിലെ സംവാദങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാതെ തന്റെ നിലപാടുകൾ കൃത്യമായി വ്യക്തമാക്കുന്ന നെവിൻ, ഷാരിക എന്നിവർ വോട്ടിംഗ് നിലയിൽ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇരുവരുടെയും വോട്ടുകൾ യഥാക്രമം 1,13,081 1,10,22 വോട്ടുകളുമാണ്. അതേസമയം ഹൌസിലെ നിശബ്ദ സാന്നിധ്യമായ രഞ്ജിത്ത് 1,07,736 വോട്ടുകളുമായും ശൈത്യ 1,04,218 വോട്ടുകളുമായും വോട്ടിംഗ് ലിസ്റ്റിൽ അവസാന സ്ഥാനങ്ങളിലേക്ക് പിന്തള്ളപ്പെട്ടു. ഈ വോട്ടിംഗ് നില വെച്ച് നോക്കുമ്പോൾ ഈ ആഴ്ചയിലെ എലിമിനേഷനിൽ രഞ്ജിത്തും ശൈത്യയും അപകടത്തിലാണെന്ന് മനസ്സിലാക്കാം. ഇനി വളരെ കുറഞ്ഞ സമയം മാത്രമേ വോട്ടിംഗിന് ശേഷിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ എന്ത് അത്ഭുതങ്ങൾ വേണമെങ്കിലും സംഭവിക്കാം. ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ബിഗ് ബോസ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.